ഇന്നത്തെ റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതി ഒരു സംശയം. ശ്രുതി ഫോൺ ചെയ്യുന്ന സമയത്ത് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി കള്ളം പറയുന്നുണ്ട്. ഞാൻ മീരയുടെ കൂടെ ഒരാവശ്യത്തിന് വന്നതാണെന്ന്. എന്നാ ശ്രുതി വിമലാൻഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കാരണം കാണാനായിട്ട് പോയതായിരിക്കും. ഇതേ സമയം തന്നെ ഷോറൂമിലോട്ട് മീര വരുന്നുണ്ട്. ശ്രുതി കള്ളത്തരം ശ്രുതിയെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും മീര ശ്രുതിയെ അന്വേഷിച്ച് ശ്രുതിയുടെ മുൻപിലോട്ട് വരുന്നത്. പെട്ടെന്ന് ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. മീരയോട് കാര്യം പറയാനായിട്ട് ശ്രുതി വിളിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലോട്ട് പോന്നിരിക്കുകയാണ്, അമ്മയ്ക്ക് തീരെ വയ്യ, നീ ശ്രുതി വിളിക്കുകയാണെങ്കിൽ നിന്റെ കൂടെയാണ് ഞാനെന്ന് പറയണമെന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശ്രുതിയുടെ മുൻപിലാ, അവൻ എന്നെ നോക്കുന്നുണ്ടെന്ന്, നീ ഒരു കാര്യം ചെയ്യേ, നീ വേഗം അവിടെ നിന്ന് പൊക്കോ എന്ന് ശ്രുതി മീരയുടെ അടുത്ത് പറയാണ്. മീരയാണെങ്കിൽ ശ്രുതിയോട് സംസാരിക്കാതെ വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ശ്രുതി പുറകെ പോകുന്നുണ്ട്. അവിടെ നിൽക്ക് മീരെ, എങ്ങോട്ടാ ശ്രുതി പോയിരിക്കുന്നേ? അവൾ എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നേ? നീ പറ, എങ്ങോട്ടാ പോയിരിക്കുന്നേ? നിന്റെ കൂടെയാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയാണോ? അത് പിന്നെ ശ്രുതി, എന്താ നീ ഇത്ര നേരം ശ്രുതിയുടെ കൂടെയാണെന്നാണോ പറയാൻ പോകുന്നേ? ശ്രുതിയുടെ ചോദ്യത്തില് മീരയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. അത് പിന്നെ ശ്രുതിക്ക് ഞാൻ മാത്രമല്ലല്ലോ മീര എന്ന് പറയുന്ന ഫ്രണ്ട്, ചിലപ്പോ അവരെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും. ശ്രുതി സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നാ ശരി കേട്ടോ, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് മീര അവിടെ നിന്ന് പോകുന്നു. എന്നാ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയതിന് ശേഷം തിരികെ എത്താന് ഒരുപാട് വൈകുന്നുണ്ട്. ശ്രുതി എങ്ങനെ പ്രതികരിക്കുന്നറിയാതെ പേടിച്ചായിരിക്കും ശ്രുതി കയറി വരുന്നത്. കയറി വരുമ്പോ തന്നെ ശ്രുതിയെ കാത്തു നിൽക്കായിരിക്കും. എന്നാ ശ്രുതിയുടെ കൈ പോയി പിടിച്ച് പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ വല്ല കള്ളത്തിനും ചെയ്തിട്ടുണ്ടോ ദേഷ്യപ്പെടാനായിട്ട്? അതല്ല, ഞാൻ വൈകി വന്ന കാരണം ഇന്ന് കുറച്ച് ലേറ്റായി, അതിനൊരു കാരണമുണ്ട്. നീ വാ, ഉള്ളിലോട്ട് വാ, ഞാൻ എല്ലാം പറയാമെന്നും പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടുപോവാണ്. എന്താ ശ്രുതി, നിനക്കെന്താ എന്നോട് ഇത്രമാത്രം ദേഷ്യം? നീ എന്താ എൻ്റെ അടുത്ത് പറയാതെ പോയത്? നീ എങ്ങോട്ടാ പോയത്? ഞാൻ ഇന്നേ വരെ നിന്റെ അടുത്ത് ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല. ശരിയാണ്, ഷോറൂം തുടങ്ങുന്നതിന് മുൻപേ ഞാൻ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. അന്ന് രേവതിയുടെ സ്വർണ്ണ എടുത്ത് ഞാൻ വിറ്റ സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാ നിന്റെ അടുത്ത് ഒന്നും പറയണ്ടെന്ന്. എന്നിട്ട് പോലും എല്ലാം ഞാൻ നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞില്ലേ? ഞാൻ നിന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല. ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അടുത്ത് പറയുന്നുണ്ട്. നീ ഇന്ന് എന്നോട് പറയാതെ എങ്ങോട്ടാ പോയത്? അങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്രുതി ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ ദിവ്യയുടെ കൂടെയാണെന്ന് നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ. എനിക്കറിയോ ദിവ്യ നിന്റെ മുൻപിലോട്ട് വരുമെന്ന്. നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് പോയതാ. അതാ ഞാൻ പറഞ്ഞത് മീരയുടെ കൂടെയാണെന്ന്. ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയാന്ന് കരുതി. ഇതാ ഈ കരിങ്കാലി മാല, ഈ കറുത്ത മാല നിന്റെ കഴുത്തിലിട്ടാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് വാങ്ങാനായിട്ട് ഞാനൊരു സ്വാമിയുടെ അടുത്ത് പോയിരുന്നു. അതാ ഇത്ര നേരം വൈകിയത്. എൻ്റെ ഷോപ്പില് ഒരു കസ്റ്റമർ വന്നപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പറഞ്ഞതാ ഇങ്ങനൊരു സ്വാമിയുണ്ട്, അവിടെ പോയി ഈ മാല വാങ്ങിച്ച് കഴുത്തിലിട്ടാ എല്ലാ പ്രശ്നങ്ങളും തീരും, നല്ലപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നൊക്കെ. എന്നാ ശ്രുതി ഈ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. ശ്രുതിയുടെ മുഖത്തോട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ടെന്താ നീ എൻ്റെ അടുത്ത് പറയാഞ്ഞേ? എൻ്റെ അടുത്ത് പറഞ്ഞു പോവായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതിയിട്ടല്ലേ. നീ ഈ മാല കഴുത്തിലിട്, നിന്റെ എല്ലാ സ്ട്രെസ്സും കുറയും. ഞാൻ ഇട്ട് തരാം. വേണ്ട, എനിക്ക് നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്തോ ഒളിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കള്ളം പറയാന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. നിനക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനന്ന് ആ ജോൽസിനെ കാണാൻ പോയി ഇതുപോലെ ഓരോ ദിവസവും ഓരോ കളർ ഡ്രസ്സ് ഇടാന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് എന്നെ കളിയാക്കല്ലേ ചെയ്തത്. എനിക്കിതിലൊന്നും വിശ്വാസമില്ലാന്നും നീ പറഞ്ഞു. ഇപ്പം നിനക്കെങ്ങനെയാ ഇതിലൊക്കെ വിശ്വാസം വന്നത്? നീ ആ ജോത്സ്യം പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ കളർ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് മാറ്റമൊക്കെ സംഭവിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് ചെറുതായൊരു വിശ്വാസമൊക്കെ തോന്നി. പിന്നെ കസ്റ്റമർ പറഞ്ഞ കാരണം ഞാനിത് പോയി വാങ്ങിക്കാമെന്ന് കരുതിയതാ. ഇതിൽ എനിക്കിപ്പോൾ കുറച്ച് വിശ്വാസമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ശ്രുതിയുടെ സംശയം മാറുന്നില്ല. ശ്രുതിയെ വീണ്ടും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. എന്താ ശ്രുതി, നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് നിന്നെ. അന്ന് ബെസ്റ്റ് കപ്പിൾസിന്റെ കോമ്പറ്റീഷന് പോയപ്പോ അവിടുത്തെ ജഡ്ജസ് പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താക്കന്മാരിടയിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. നമ്മുടെ ഇടയിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. എനിക്കൊരു സംശയം, നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന്. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ ശ്രുതി? എനിക്ക് അങ്ങനെ തന്നെ വേണം. നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഇത് വാങ്ങിക്കാനായിട്ട് പോയി കൊണ്ടുവന്ന് എനിക്ക് ഇങ്ങനെ തന്നെ വേണം.
നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ആരെങ്കിലും കാണാൻ വേണ്ടി പോയതാണെന്നോ? അതോ എനിക്ക് വേറെ വല്ല റിലേഷൻ ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ശ്രുതി. ഞാൻ പോയത് ഈ മാല വാങ്ങിക്കാൻ വേണ്ടി മാത്രാ. ഞാൻ അതിൻ്റെ ഇടയിൽ ആരെയും കണ്ടിട്ടില്ല. എന്താ ശ്രുതി നീ എന്നെ വിശ്വസിക്കാത്തെ? ഇതൊക്കെ പറഞ്ഞ് ശ്രുതി കരയാണ്, ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ആകെയുള്ളത് നീ മാത്രാ. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്. സുധി, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ കഴിഞ്ഞേ എനിക്ക് വേറെ ആരും ഉള്ളൂ. അച്ഛനുണ്ടെന്ന് പറയുന്നെങ്കിലും ഞാൻ അച്ഛനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. ആ നീയാ എന്നെ സംശയിക്കുന്നത്. ഇപ്പോഴും നിനക്കെന്നെ സംശയമാണ് അല്ലെ സുധി? ഞാൻ സംശയം മാറ്റിത്തരാം. ഞാൻ ആ സ്വാമിയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്പറിലോട്ട് വിളിക്കാം. എന്നിട്ടേ നിനക്ക് ഫോൺ തരാം. സ്വന്തം ഭാര്യ പറഞ്ഞ വിശ്വസിക്കാത്ത ആള് ആ സ്വാമി പറയുമ്പോൾ തന്നെ വിശ്വസിക്കട്ടെ. അങ്ങനെ ഫോൺ എടുത്ത് മീരയ്ക്കായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം. ഹലോ സ്വാമി, ഇത് ഞാനാ ശ്രുതി. ഞാനിന്ന് അങ്ങോട്ട് വന്നിരുന്നു. ആ ശ്രുതി തന്നെ. എന്താ ശ്രുതി നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കരിങ്കാലിമാല കഥകളിയോ? നീ എന്തൊക്കെയാ പറയുന്നേ? കരിങ്കാലിമാല, കഥകളി, നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നേ? ഞാനെന്തായാലും എൻ്റെ ഭർത്താവിന് കൊടുക്കാം എന്നും പറഞ്ഞ് ഫോണ് കൊടുക്കാൻ നേരത്ത് ശ്രുതി തട്ടി മാറ്റുന്നുണ്ട്. നിന്നെ വിശ്വസിക്കാൻ എന്നോട് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോഴും ശ്രുതിക്ക് മനസ്സിലെന്തൊക്കെയോ തോന്നുകയാണ്. ശ്രുതിയുടെ മുഖത്ത് നോക്കുമ്പോൾ വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, എന്തായാലും വിളിച്ച് നീ കാര്യങ്ങൾ ചോദിക്ക്. ഞാൻ എങ്ങോട്ടാ പോയെന്ന് അപ്പം അറിയാലോ. ഇനി നാളെ മേലാക്ക് നിനക്ക് ഈ പേരിലൊരു സംശയം വേണ്ട. ആ സംശയം ഇപ്പം തന്നെ തീർക്കണം. അങ്ങനെ വീണ്ടും വിളിക്കുമ്പോൾ ശ്രുതി ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. വേണ്ട, എനിക്ക് വിശ്വാസാ. നീ ഇനി ആരെ കൊണ്ട് വിളിപ്പിച്ച് എന്നെ വിശ്വസിപ്പിക്കണ്ട. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്ന് പറയാണ്. സത്യല്ലേ? നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല സുധി. ഞാനിത് വാങ്ങിക്കാനായിട്ട് ആ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. മനസ്സിലായി. നീ കരയണ്ട. പിന്നെ ഇനി ഇതുപോലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നീ എന്നോട് പറയണം. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പോയതല്ലേ. നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് സർപ്രൈസ് തരാൻ പറ്റുമോ? നീ എന്ത് പൊട്ടത്തരാ പറയുന്നേ? അങ്ങനെ ശ്രുതിയെന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ശ്രുതിയെ കള്ളത്തരം പറഞ്ഞ് ജയിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ചന്ദ്രയെയും ശ്രുതിയെയും ഈ ശ്രുതി എങ്ങനെയെങ്കിലൊക്കെ പാട്ടിലാക്കും. ശ്രുതി, നിനക്കായിട്ട് ഞാൻ കൊണ്ടുവന്നതാ. ഈ മാല നീ കഴുത്തിലിട്. അയ്യോ ഇപ്പൊ വേണ്ട. നാളെ കുളിച്ച് പൂജാ റൂമിൽ പൂജിച്ചതിന് ശേഷം കഴുത്തിലിട്ടാ മതി. ശ്രുതി അങ്ങനെ ആ മാല കൊണ്ടുവയ്ക്കാനായിട്ട് പൂജാ റൂമിൽ പോകുമ്പോൾ മീര വീണ്ടും ശ്രുതിക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തു പോയി ശ്രുതി സംസാരിക്കുകയാണ്. എന്താ ശ്രുതി, നീ എന്തൊക്കെയാ പറഞ്ഞേ? കഥകളിന്നോ എന്തൊക്കെയോ പറഞ്ഞുല്ലോ. നീ പിച്ചും പിഴയൊക്കെ വിളിച്ചു പറയുന്നുണ്ടോ? എല്ലാം നീ കാരണ. നീ എന്തിനാ എന്നെ അന്വേഷിച്ച് ഷോറൂമിലോട്ട് വന്നത്? ശ്രുതിയുടെ മുൻപിലോട്ട് വരാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? എനിക്കറിയോ നീ എന്നെ കാണാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ വിവരം. ഞാൻ എന്തൊക്കെ പറഞ്ഞാന്നറിയോ ഇപ്പൊ പിടിച്ചു നിന്നത്? നീ ഒരു കാര്യം ചെയ്യേ. ഇനി എന്നെ കാണാൻ വരുമ്പോ എന്നെ ആദ്യം വിളിച്ചിട്ട് വന്നാ മതി. നീ ഒരു കാര്യം ചെയ്യണേ. നീ എന്റെ പേര് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലേ ആദ്യം നീ എന്നോട് വിളിച്ചു പറയണം. മീരേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ കട്ട് ചെയ്ത് പോക്കേ എന്നും പറഞ്ഞ് ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. ഇത്തവണ ശ്രുതി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ പൂജാ റൂമില് നമ്മുടെ ശ്രുതി നിന്ന് പ്രാർത്ഥിച്ച് ആ മാല അങ്ങ് കഴുത്തിലിടാണ്. ചന്ദ്രയും രവിയൊക്കെ പൂജാ റൂമിന് വെളിയിൽ നിന്ന് ഇങ്ങനെ തൊഴുന്നുണ്ട്. സച്ചിയും രവിയും വന്ന് അച്ഛന് ചായ കുടിക്കണ്ടേ? അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നേ? അല്ല, ഇവനെന്താ മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുകയാണോ? കഴുത്തിലിതാ ഒരു വലിയ മാലയൊക്കെ. എടാ, നീ രാവിലെ തന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കല്ലേ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്താച്ചാ, ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ? അവൻ എവിടുന്നോ പൂജിച്ചു കൊണ്ടുവന്ന മാലയാ. ആ മാലയിട്ടാൽ അവന്റെ ബിസിനസ്സിൽ വലിയ പുരോഗമനമൊക്കെ ഉണ്ടാവുന്നാ പറയുന്നേ. അവനെ തന്നെ വിശ്വാസമില്ലാത്ത കാരണമാണ് അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അവന് നല്ല വിശ്വാസമുണ്ട് ഞാൻ ബിസിനസ്സിൽ മുന്നേറുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഈ കഴുത്തിൽ മാല ഇടുന്നേ? അങ്കിളെ, ഈ സച്ചിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ എന്ന് ശ്രുതി പറയാണ്. സച്ചി, നീ മിണ്ടാതിരിക്കുക. ഈ സമയത്ത് കലാവതി അമ്മ നാട്ടിൽ നിന്ന് കുറച്ച് കടല കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കും. സച്ചി കോണിമ്പലിനടിക്കുമ്പോൾ പോയി നോക്കുന്നുണ്ട്. ഇത് കലാവതി അമ്മ കൊടുത്തു വിട്ടതാ. 4 ചാക്ക് കടലയുണ്ടെന്ന് പറയാണ്. 4 ചാക്കോ? എന്തിനാച്ചാ ഇത്രയും? നമ്മളിപ്പോ ഒരുപാട് പേരില്ലേ, അതുകൊണ്ട് 4 ചാക്ക് കൊടുത്തു വിട്ടതാ. വിറ്റ് പൈസ ഉണ്ടാക്കിയതിന്റെ ബാക്കിയായിരിക്കും ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കുക. നാട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങള് കൃഷി ചെയ്യുന്നുണ്ട്, എത്ര ലാഭം കിട്ടുന്നുണ്ട്. കുറച്ചെങ്കിലും പൈസ എങ്ങ് കൊടുത്തയച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ തനിച്ച ജീവിതം. എത്ര രൂപ കിട്ടുന്നുണ്ട്? എന്നാ കുറച്ചിങ്ങ് തരാ, അതൊന്നുമല്ലല്ലോ ചെയ്യുന്നേ. ചന്ദ്രേ, ഈ പ്രായത്തിലും എന്റെ അമ്മ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നൊരു പങ്ക് നിനക്ക് തരണമെന്നാണോ നീ പറയുന്നേ? നീ എന്താ ചന്ദ്രേ ഇങ്ങനെ? ഇന്നേ വരെ ഒരു 100 രൂപ എന്റെ അമ്മയ്ക്ക് നീ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് മേടിക്കാന്നല്ലാതെ നിനക്ക് നാണുണ്ടോടി ഇങ്ങനെയൊക്കെ പറയാൻ? അമ്മ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൈസ കാത്തിരിക്കുന്നു.
നീ എന്റെ അടുത്ത് ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. ചന്ദ്ര ഒന്നും മിണ്ടാതെ വായടച്ച് നിൽക്കാണ്. സച്ചി അങ്ങനെ ചാക്കിൽ നിന്ന് കുറച്ച് കടലയെടുത്ത് ഇങ്ങനെ മണക്കുന്നുണ്ട്. അച്ഛാ, എന്താ സ്മെല്ല്, നാട്ടു പോയ പോലെയുണ്ട്. ഒന്ന് മണത്തോക്ക് രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്തും കുറച്ച് കടല കൊടുക്കാണ്. എന്നാ വർഷ ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് കടലയാ? അതെ, പീനട്ടാ. ഓ അത്. അങ്ങനെ വർഷയും ഒന്ന് രണ്ടെണ്ണം എടുത്ത് പൊളിച്ച് കഴിക്കുകയാണ്. അച്ഛാ, ഇത്രയും കടല ഇപ്പൊ നമ്മൾ തന്നെ കഴിച്ചു തീർക്കുവോ? ഇല്ല, നമുക്കൊരു ചാക്കെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാനോ? ഇതേ നമുക്ക് വല്ല പലചരക്ക് കടയിലും കൊണ്ടുപോയി വിൽക്കാം, പൈസ കിട്ടുമല്ലോ എന്ന് ചന്ദ്ര പറയാണ്. വിൽക്കാനാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ നിന്ന് തന്നെ വിൽക്കാം. ഇതേ അമ്മയുടെ സ്നേഹ. അമ്മ നമ്മളെല്ലാവരും കഴിക്കാനായിട്ട് ഇങ്ങോട്ട് കൊടുത്തു വിട്ടതാ. നമുക്ക് ആവശ്യമുള്ള ഒരു ചാക്ക് മാറ്റി വെച്ച് ബാക്കി എല്ലാവർക്കായിട്ട് കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാനോ? ആ, എല്ലാവർക്കും കൊടുക്ക്. ചന്ദ്രയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, നാട്ടിലാവുമ്പോ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. വിളവെടുപ്പിന്റെ പകുതി അച്ഛമ്മ വിൽക്കും, പകുതി എല്ലാവർക്കും കൊടുക്കാനായിട്ട് മാറ്റിവെക്കും. എന്തിനാ അച്ഛമ്മേ ഇത് മാറ്റിവെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ എന്നോട് പറയാറുണ്ട്, ഈ മണ്ണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാ, അതിലുണ്ടാവുന്നത് എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടുള്ളൂ, എല്ലാവർക്കും സന്തോഷമാവുമല്ലോ എന്നൊക്കെയാ അച്ഛമ്മ എൻ്റെ അടുത്ത് പറയാറ്. കേട്ടോ ചന്ദ്രേ, എൻ്റെ അമ്മ ചിന്തിക്കുന്ന എന്താ, നീ ചിന്തിക്കുന്ന എന്താ? എന്താ ചന്ദ്രേ, നിനക്കൊന്ന് നന്നായിക്കൂടെ? വർഷ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഈ കടല ഭയങ്കര ഇഷ്ടാ, കുറച്ച് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാം. അതുപോലെ ശ്രീകാന്തും പറയുന്നുണ്ട്, ഈ കടല വെച്ച് ഞാൻ ബർഫി ഉണ്ടാക്കാം. ശ്രുതി, നമുക്ക് ഒരു ചാക്ക എടുത്തോ. നമുക്കേ ഷോറൂമിൽ വരുന്നവർക്ക്, സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് കടല ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്താടാ നീ പറയുന്നേ? നീ പലചരക്ക് കടയാണോ നടത്തുന്നേ? എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ അതിന് ഫ്രീ ആയിട്ട് കുറച്ച് കടല കൊടുക്കാൻ? അച്ഛാ, അച്ഛൻ വെറുതെ പഠിപ്പിച്ചതാ, അച്ഛൻ്റെ പൈസ വെറുതെ പോയി. ഇവനെ എത്ര ഡിഗ്രി ഉണ്ടെന്നാ പറഞ്ഞേ? 7 ഡിഗ്രിയോ? ഒക്കെ വെറുതെയാണ് അച്ഛാ. സച്ചി, നീ വെറുതെ കളിയാക്കൊന്നും വേണ്ട. ചില ആൾക്കാർക്ക് കടല നല്ല ഇഷ്ടമായിരിക്കും. കടല ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞാല് എൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കില്ലേ? അത് മതി. കൊള്ളാം, നിന്റെ ബുദ്ധി അത് അപാരം തന്നെ. എന്നാ ശ്രുതി പറയുന്നുണ്ട് സുധീരുടെ അടുത്ത്, നീ ഒന്ന് മിണ്ടാതിരിക്കുമെന്ന്. ശ്രുതി പറയുന്നുണ്ട്, ഞാനും കുറച്ച് കടല എടുക്കാം, കുറച്ച് മീരയ്ക്ക് കൊടുക്കാം, പിന്നെ കടയിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കും കുറച്ച് കൊടുക്കാം. അല്ല പൗഡർ എടുത്തി, നിങ്ങളുടെ കടയിലും ഫ്രീ ആയിട്ട് കടല കൊടുക്കുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്കിളെ, ഈ സച്ചി പറയുന്നത് കേട്ടില്ലേ? സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുക. എല്ലാവർക്കും വേണ്ടത് എല്ലാവരും എടുത്തോ. രവിയേട്ടാ, എനിക്ക് വേണം. എനിക്ക് ഭാമയ്ക്കും കൊടുക്കാനുണ്ട്, പിന്നെ എൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്കും കൊടുക്കണം. മോളെ രേവതി, മോളുടെ വീട്ടിലോട്ടും കുറച്ച് കടല കൊണ്ടു കൊടുക്ക്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവൾ എടുത്തു കൊണ്ടു കൊടുക്കും. അവളമ്മ പിന്നെ കടലയും തിന്നുകൊണ്ടായിരിക്കും പൂ കെട്ടുന്നുണ്ടായിരിക്കുക. അച്ഛാ, എനിക്ക് വേണ്ട. എൻ്റെ വീട്ടിലുള്ളവർക്കേ ഈ കടല കഴിച്ചിട്ട് പൂ കെട്ടേണ്ട ആവശ്യമില്ല. എന്താ രേവതി, നിനക്ക് വേണ്ട എന്ന് പറഞ്ഞേ? അതൊന്നും പറ്റില്ല, അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം. സച്ചേട്ടാ, വേണ്ട. നീ കൊടുക്കില്ലെങ്കിൽ വേണ്ട, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമെന്ന് സച്ചി പറയാണ്. രേവതി കുറച്ചു നേരം ആലോചിച്ച് പറയുന്നുണ്ട്, എനിക്കും വേണം കുറച്ച് കടല. അല്ല, നിനക്കല്ലടി വേണ്ട എന്ന് പറഞ്ഞേന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിലോട്ട് കൊടുക്കാനല്ല, ആദിക്ക് കൊണ്ടു കൊടുക്കാനാ. അത് ശരിയാണല്ലേ രേവതി, ആദിക്ക് ഈ കടല വലിയ ഇഷ്ടാ, നമുക്ക് കുറച്ച് കൊണ്ടു കൊടുക്കാം. ആ സച്ചേട്ടാ, കുറെ നാളായില്ലേ പോയി കണ്ടിട്ട്, അവനെ പോയി കണ്ട് കുറച്ച് കടലയും കൊടുക്കാം. ഇത് കേട്ട് ശ്രുതി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നാ ചന്ദ്ര പറയാണ്, എങ്ങോട്ടാ നീ പോകുന്നേ? നീ പോയി കഴിഞ്ഞാ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യാ? അമ്മ അതോർത്ത് പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷേ ഇവിടുന്ന് പോവുമെന്ന്. വാ, സമയം ഒരുപാടായി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞ് രവി പോകുന്നുണ്ട്. എന്നാ ശ്രുതി മാത്രം അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ്. ആകെ ടെൻഷനിലായിരിക്കും ശ്രുതി നിൽക്കുന്നുണ്ടായിരിക്കുക. ആദ്യയെ ദത്തെടുക്കായെന്ന് സച്ചിയും രേവതിയും തീരുമാനിച്ചതായിരുന്നു. ചില കാര്യങ്ങൾ കൊണ്ട് അത് വേണ്ട എന്ന് വെച്ചതാണ്. എന്തായാലും ആദ്യയെ സ്വന്തം മോനായിട്ട് കരുതി തന്നെയാണ് സച്ചിയും രേവതിയും അങ്ങോട്ട് പോകുന്നത്. ഇനി നാളെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.